Okay, so moving on, as the load on the transformer is increased, the core losses ന് എന്ത് സംഭവിക്കും എന്നാണ്. So we know core losses is dependent on voltage. പക്ഷേ കോപ്പർ ലോസസ് എന്താണ്? ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ കറണ്ട്. അപ്പൊ ലോഡ് മാറ്റുമ്പം എന്താണ് മാറുന്നത്? ലോഡ് മാറ്റുമ്പം കറണ്ടാണ് മാറുന്നത്. അപ്പൊ ലോഡ് മാറുമ്പം കറണ്ട് മാറും ആൻഡ് കോപ്പർ ലോസസ് മാറും. പക്ഷെ കോർ ലോസസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? കോർ ലോസസിന് മാറ്റമൊന്നുമില്ല. സോ ഇവിടെ കറക്റ്റ് ആൻസർ വിൽ ബി ആസ് ദ ലോഡ് ഓൺ ദ ട്രാൻസ്ഫോമർ ഈസ് ഇൻക്രീസ്ഡ് ദ കോർ ലോസസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ദാറ്റ് വിൽ ബി ഓപ്ഷൻ സി. Next, crawling in an induction motor is due to space harmonics, insufficient starting torque, slip ring rotor, and time harmonics in supply. So we know crawling എന്താണ്? ഇൻഡക്ഷൻ മോട്ടർ അതിന്റെ നോർമൽ സ്പീഡിന്റെ അപ്രോക്സിമേറ്റ്ലി 1/7 സ്പീഡിൽ മെല്ലെ മെല്ലെ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് crawling. So it is due to space harmonics provided by winding currents. Okay. So next question. Question number 70. In a three-phase induction motor, torque and supply voltage are related as we know. It is torque is proportional to voltage square. 71. In an electric train employing DC series motor is running at a fixed speed. When a sudden drop in the main voltage occur. Okay, സ്പീഡിലും കറണ്ടിലും എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. സോ DC series motor ആണ് അല്ലെ. സോ ടോർക്ക് ഈസ് വാട്ട്? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 into IA. സീരീസ് മോട്ടർ ആയതുകൊണ്ട് 5 ഈസ് പ്രൊപ്പോർഷണൽ ടു IA. Therefore torque is proportional to IA square. ഇവിടെ ടോർക്കിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ടോർക്കിന് മാറ്റമൊന്നുമില്ല. ടോർക്ക് ഈസ് എ കോൺസ്റ്റന്റ്. Therefore IA എന്ത് ആവും? IA will also be a constant. Okay, so torque will be a constant and IA will be a constant. Okay, അപ്പൊ ഈ n-ന് എന്ത് സംഭവിക്കും? സ്പീഡ്. We know what E is proportional to 5n. So n is proportional to E by 5. Okay, n is proportional to what? It is proportional to E by 5. So E എന്താണ്? E is proportional to V minus IARA by 5. Okay, അപ്പോൾ ഇവിടെ എന്താണ്? വോൾട്ടേജ് ഈസ് ഡിക്രീസിങ് അല്ലെ. വോൾട്ടേജ് ഈസ് ഡിക്രീസിങ്. ഇവിടെ ഐ എന്താണ്? ഐ ഈസ് കോൺസ്റ്റന്റ്. 5 എന്താണ്? 5 ഈസ് ഓൾസോ കോൺസ്റ്റന്റ്. വൈ? ബിക്കോസ് 5 ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എ. അപ്പോൾ ഐ എ കോൺസ്റ്റന്റ് ആണെങ്കിൽ വി ഡിക്രീസ് ചെയ്താൽ സ്പീഡ് എന്താവും? സ്പീഡ് വിൽ ഓൾസോ ഡിക്രീസ്. Okay, so here the correct option will be option D, drop in speed with current unaltered. Okay, drop in speed with current unaltered. Question number 72. A pair of similar DC shunt generators operate in parallel and supply a common load. അപ്പോൾ എന്താണ്? We have two DC generators. They operate in parallel and there is a common load. It is required to switch off machine 1 and allow machine 2 to supply the entire load. This machine 1, this machine 2. The following operations are used to achieve this. അപ്പോൾ 1-ൽ നിന്ന് കംപ്ലീറ്റ് ലോഡ് 2ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് 1-നെ എന്ത് ചെയ്യണം? 1-നെ നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാണ് 4 steps are there. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ reduce the field current of 1. This will be the first step. Reduce the field current of 1. Field current എന്തിനാണ് നമ്മൾ reduce ചെയ്യുന്നത്? So that armature current of 1 is reduced. Why? Because we know what IA എന്താണ്? IA is V minus E by R. അല്ലെ. IA is V minus E by RA. Sorry, ഇതെന്താണ്? It is a generator അല്ലെ. So it will be E minus V by R. ഓക്കെ, അപ്പൊ ഫീൽഡ് കറണ്ട്, ഫീൽഡ് ഫ്ലക്സ് 5 നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ E is
proportional to phi n. അപ്പോൾ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്താൽ ഇ എന്താവും? ഇ വിൽ കം ഡൗൺ. സോ വെൻ ഇ ഈസ് ഡിക്രീസ്ഡ് ഐ എ ഓൾസോ ഡിക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡ്യൂസ് ദ ഫീൽഡ് കറണ്ട് ഓഫ് മെഷീൻ 1. അപ്പൊ മെഷീൻ 1ന്റെ ഫീൽഡ് കറണ്ട് ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആർമേച്ചർ കറണ്ട് വിൽ കം ഡൗൺ. പക്ഷെ എന്താണ്? ലോഡ് ഈസ് കോൺസ്റ്റന്റ് അല്ലെ? സോ ഈ ആർമേച്ചർ കറണ്ട് മെഷീൻ 1ന്റെ ആർമേച്ചർ കറണ്ട് എത്രത്തോളം കുറയുന്നു അത്രയും നമുക്ക് എന്ത് ചെയ്യണം? മെഷീൻ 2ന്റെ ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ മെഷീൻ 2ന്റെ field we should increase. Okay, so the second step will be increase the field current of machine 2. The third step will be ensure that machine 1 just floats. Just float means IA equal to 0. Okay, just float means IA equal to 0. അതായത് ഇവിടുത്തെ ഈ MCB will be on, but current flowing through that MCB or the current delivered by the machine 1, it will be 0. അതാണ് എന്ത്? ജസ്റ്റ് ഫ്ലോട്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ അറ്റൈൻ ചെയ്താൽ now we can open the MCB. So this will be the fourth step. എന്ത്? switch off the main switch of machine 1. So first step എന്താണ്? reduce the field current. So this will be the first step. Second step is third. Okay, so correct option will be option B. Okay, 3 2 4 1 2 3 4 1 2 3 4. Okay, yes, question number 73rd. The most suitable generator for welding purposes. We all know the most suitable generator for welding purpose ഏതാണ്? It is differentially compound generator. Okay, it is differentially compound generator. Why? Because ഇവിടെ എന്താണ്? ഇതൊരു ആർക്ക് വെൽഡിംഗ് ആണ് അല്ലേ? There will be current I. ഇതാണ് എന്ത്? ആർക്ക്. നമുക്കൊരു സ്റ്റേബിൾ ആർക്ക് വേണമെങ്കിൽ ഈ ആർക്ക് പ്രൊഡ്യൂസ് ആയതിന്റെ ശേഷം വോൾട്ടേജ് ഷുഡ് കം ഡൗൺ. ഓക്കെ, വോൾട്ടേജ് ഡ്രാസ്റ്റിക്കലി ഡിക്രീസ് ചെയ്താൽ മാത്രമേ ഈ ആർക്ക് എന്ത് ആവുള്ളൂ? സ്റ്റേബിൾ ആവുള്ളൂ. അപ്പൊ ഇങ്ങനെ കറണ്ട് കൂടുന്നത് അനുസരിച്ചിട്ട് വോൾട്ടേജ് ഡ്രാസ്റ്റിക്കലി ഡിക്രീസ് ആകുന്ന ഒരു ജനറേറ്റർ ആണ് എന്ത്? ഇറ്റ് ഈസ് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ. ഓക്കെ, question number 74. In DC motors, the field excitation is kept maximum value during starting too. Okay, field excitation is kept maximum during starting. So we know IA is what? It is V minus E by R. Okay, അപ്പോൾ നമുക്ക് ഫീൽഡ് എക്സൈറ്റേഷൻ മാക്സിമം വെക്കുകയാണെങ്കിൽ സി E is proportional to what? phi n. അല്ലെ? അപ്പോ ഫീൽഡിന്റെ വാല്യൂ മാക്സിമം ആണെങ്കിൽ സ്പീഡിന്റെ വാല്യൂ എന്ത് ആയിരിക്കും? സ്പീഡ് വാല്യൂ വിൽ ബി ലെസ് അല്ലെ? സ്പീഡ് വാല്യൂ വിൽ ബി ലെസ്. ഫോർ എക്സാമ്പിൾ, ഫ്ലക്സിന്റെ വാല്യൂ 1 വെബർ ആണെങ്കിൽ ഓക്കെ, ലെറ്റ് സ്പീഡ് ബി വാട്ട്? 2000 RPM. ഇനി ഫ്ലക്സിന്റെ വാല്യൂ ഞാൻ ഇൻക്രീസ് ചെയ്തു 2 വെബറിലേക്ക് ഇൻക്രീസ് ചെയ്താൽ എന്റെ സ്പീഡ് എന്താവും? സ്പീഡ് വിൽ ഡിക്രീസ് ടു 1000 RPM അല്ലെ? E is proportional to what? phi into n. അപ്പോ ഞാൻ ഫ്ലക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എനിക്ക് എന്റെ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ത് ആയിരിക്കും? ദാറ്റ് വിൽ ബി ഡിക്രീസ്ഡ്. അതായത് സ്റ്റാർട്ടിങ് വാല്യൂല് മെഷീന് സ്റ്റാർട്ടിങ് അല്ലെ, മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് എന്താണ്? സ്പീഡ് ഈസ് 0. ആൻഡ് ഏത് സ്പീഡിലാണ് അത് അറ്റൈൻ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് 1000 RPM. എപ്പോൾ? വെൻ ദ ഫ്ലക്സ് ഈസ് ഹൈ. അപ്പോൾ ഹൈ ഫ്ലക്സ് ചെയ്താൽ അതിന് കുറവ് സ്പീഡ് മാത്രം അറ്റൈൻ ചെയ്താൽ മതി. അപ്പോൾ കുറവ് സ്പീഡ് അറ്റൈൻ ചെയ്യാൻ അതിന് കുറഞ്ഞ ടൈം മാത്രം മതി അല്ലെ? അതായത് സ്റ്റാർട്ടിങ് ടൈം എന്ത് ആയിരിക്കും? സ്റ്റാർട്ടിങ് ടൈം വിൽ ബി വെരി ലെസ്. ഓക്കെ, ആൻഡ് വി നോ സ്റ്റാർട്ടിങ് ടൈമിൽ IA എന്താണ്? IA ഈസ് ലാർജ്. പക്ഷെ സ്റ്റാർട്ടിങ് ടൈം കുറവ് ആയ കാരണം എനർജി ലോസ് ഓർ ഹീറ്റ്, ദാറ്റ് ഈസ് വാട്ട്? I² RT അല്ലെ? ഇവിടെ എന്താണ്? ടൈം ഈസ് ലെസ്. സോ ടൈം ലെസ് ആകുമ്പോൾ ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഹീറ്റിംഗ് എന്ത് ആയിരിക്കും? ദാറ്റ് വിൽ ബി ഓൾസോ ലെസ്. ഓക്കെ, സോ DC ഷണ്ട് മോട്ടറിൽ ഫീൽഡ് എക്സൈറ്റേഷൻ എന്തിനാ നമ്മൾ മാക്സിമം ആക്കി വെക്കുന്നത്? ടു റെഡ്യൂസ് ദ ആർമേച്ചർ ഹീറ്റിംഗ്. 75.
3-point starter of DC shunt motors are not used in applications where speed variation by field flux control is required because why means see ഇവിടെ എന്താണ് we have a resistance അല്ലേ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ആൻഡ് വി ഹാവ് എ ഹാൻഡിൽ ഓക്കെ ഈ ഹാൻഡിലിൽ ഒരു സോഫ്റ്റ് അയൺ പീസ് ഉണ്ട് ആൻഡ് ദെൻ വി ഹാവ് എ ഫീൽഡ് വൈൻഡിങ് ഇവിടെ എന്തുണ്ടാവും ദർ വിൽ ബി എ ഹോൾഡിംഗ് കോയിൽ ദിസ് ഹോൾഡിംഗ് കോയിൽ വിൽ ബി ഇൻ സീരീസ് വിത്ത് വാട്ട് ഇറ്റ് വിൽ ബി ഇൻ സീരീസ് വിത്ത് ഫീൽഡ് വൈൻഡിങ് ഓക്കെ ഫീൽഡ് വിൽ ബി കണക്റ്റഡ് ലൈക്ക് ദിസ് അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് where speed variation by field flux control is required. See, E is proportional to phi into N or N is proportional to what? E by phi. അതായത് നമുക്ക് ഹയർ സ്പീഡ്സ് വേണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ഫ്ലക്സ് ഇറ്റ് ഷുഡ് അല്ലെ ഫ്ലക്സിന്റെ വാല്യൂ ലോ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഫീൽഡ് റെസിസ്റ്റൻസസ് ഇൻക്രീസ് ചെയ്തിട്ട് ഫീൽഡിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ എന്ത് ആക്കണം കറണ്ട് വാല്യൂ ലോ ആക്കണം ഓക്കെ അങ്ങനെ കറണ്ട് വാല്യൂ ലോ ആകുമ്പോൾ സി ഈ ഹാൻഡില് ഇവിടെ വന്ന് നിൽക്കാനുള്ള കാരണം എന്താണ് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ദിസ് വിൽ ആക്ട് ആസ് എ മാഗ്നറ്റ് അല്ലെ അപ്പൊ ഈ മാഗ്നറ്റ് ഈ സോഫ്റ്റ് അയണിനെ എന്ത് ചെയ്യും അട്രാക്ട് ചെയ്യും ആ അട്രാക്ഷൻ കാരണമാണ് ഫീൽഡിലും ആർമേച്ചറിലും വോൾട്ടേജ് പോകുന്നത് പക്ഷേ നമ്മൾ ഈ ഐ എഫിന്റെ വാല്യൂ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഡിക്രീസ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിന് ഇതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശക്തി ഉണ്ടാവില്ല അപ്പോ എന്താവും ദിസ് ഹാൻഡിൽ വിൽ ഗോ ബാക്ക് എപ്പോൾ ആണത് ഗോ ബാക്ക് ആവുക ഓർ എപ്പോൾ ആണത് ഓഫിലേക്ക് പോവുക വെൻ വി ട്രൈ ടു ഇൻക്രീസ് ദ സ്പീഡ് okay so the motor may stop at very high speed yes the motor may stop at a very high speed the motor may stop at very low speed illa low speed il stop cheyilla the motor may stop at high and low speed the motor may run away so the correct option will be the motor may stop at very high speed കാരണം high speed ilana flux inde value low flux value low means field current low means e magnet inde power low. Okay, so that was question number 75. Question number 76. A three-phase slip ring induction motor is wound for 4 poles in stator and 6 poles in rotor. അതായത് സ്റ്റേറ്ററിൽ it is wound for 4 poles and in rotor it is wound for 6 poles. When a three-phase balanced voltage source at 50 Hz is applied to the motor will run at 0 speed. കാരണം the number of poles in stator should always be equal to number of poles in rotor to have a unidirectional torque. Okay, so ഇവിടെ the motor will not run. So question number 77. A synchronous motor and an induction motor are connected to a common feeder line. Okay. When operated, the feeder line at unity power factor. Okay. Feeder line is operated at a unity power factor. The synchronous motor should. Okay. Synchronous motor എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. So ഇവിടെ എന്തുണ്ട്? We have a induction motor and a synchronous motor. Induction motor and a synchronous motor. Okay, we know what induction motor always consume reactive power. Induction motor എന്ത് വേണം എപ്പോഴും റിയാക്റ്റീവ് പവർ കൺസ്യൂം മാത്രമേ ചെയ്യുള്ളൂ ആര് ഇൻഡക്ഷൻ മോട്ടർ പക്ഷെ സിങ്ക്രണസ് മോട്ടർ ക്യാൻ ബി ഓപ്പറേറ്റഡ് അറ്റ് എനി പവർ ഫാക്ടർ അതായത് സിങ്ക്രണസ് മോട്ടറിന് റിയാക്റ്റീവ് പവർ കൺസ്യൂമും ചെയ്യാം ഡെലിവറും ചെയ്യാം ഓക്കെ പക്ഷെ ഇവിടെ യൂണിറ്റി പവർ ഫാക്ടറിൽ ഈ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ കൺസ്യൂം ചെയ്യുന്ന സെയിം MVAR ആര് പ്രൊഡ്യൂസ് ചെയ്യണം സിങ്ക്രണസ് മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യണം അതായത് സിങ്ക്രണസ് മോട്ടർ ഷുഡ് ഡെലിവർ വാട്ട് ഇറ്റ് ഷുഡ് ഡെലിവർ MVAR അത് എപ്പോഴാണ് ഒരു സിങ്ക്രണസ് മോട്ടർ MVAR ഡെലിവർ
ചെയ്യാം? ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ അല്ലേ? So over excited synchronous motor delivers what? Delivers Q or reactive power. Okay, ഇത് നമ്മുടെ വി കർവ് വരച്ചാലും we will get the same answer അല്ലെ? ഇത് എന്ത് ആയിരിക്കും? This will be I and this will be power factor. This is യൂണിറ്റി പവർ ഫാക്ടർ. ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് IF. സോ IF ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓർ ഓവർ എക്സൈറ്റ് ആവുകയാണെങ്കിൽ ഇതാണ് എന്ത്? നോർമൽ എക്സൈറ്റേഷൻ. നോർമലിനെക്കാട്ടിലും എക്സൈറ്റേഷൻ ഇൻക്രീസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഓവർ എക്സൈറ്റേഷൻ. ഓവർ എക്സൈറ്റേഷനിൽ ഇറ്റ് ഡെലിവേഴ്സ് ക്യൂ. ഡെലിവേഴ്സ് ക്യൂ മീൻസ് ഇറ്റ് വിൽ ബി ഇൻ ലീഡിംഗ് പവർ ഫാക്ടർ. ഇവിടെ ഇറ്റ് വിൽ ബി ഇൻ ലാഗിംഗ് പവർ ഫാക്ടർ. So synchronous motor should be operated in what? It should be operated in over excited mode. Okay, or synchronous motor should be operated in leading power factor and induction motor should be operated in lagging power factor. Okay, എന്നാൽ മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ? യൂണിറ്റി പവർ ഫാക്ടർ ഉണ്ടാവുകയുള്ളൂ. Fine. Yes. Question number 78. Which of the following single phase motor has highest starting torque? അപ്പോൾ ഹയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ള മോട്ടർ ഏതാണ്? ഇറ്റ് ഈസ് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ. ഓക്കെ, ഇറ്റ് ഈസ് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ. Question number 79. In an AC servo motor, the control winding is supplied with input voltage of. See, AC servo motorന്റെ സ്റ്റേറ്ററിൽ we have two winding അല്ലെ? ഒന്ന് മെയിൻ വൈൻഡിങ് ആൻഡ് ഒന്ന് ഓക്സിലിയറി വൈൻഡിങ്. ആൻഡ് ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഈസ് 90 ഡിഗ്രി അല്ലെ? സോ വി സേ ദാറ്റ് ദിസ് ഓപ്പറേറ്റ്സ് ആസ് എ ടു ഫേസ് മോട്ടർ. ഓക്കെ, സോ ഫേസ് ഡിഫറൻസ് എന്ത് ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി 90 ഡിഗ്രി. ഓക്കെ, സോ ഓപ്ഷൻ എ ആൻഡ് സി ഈസ് റോങ്. ഓപ്ഷൻ ബി എന്താണ്? എനി ഫ്രീക്വൻസി കമ്പയർഡ് ടു റെഫറൻസ് ഫ്രീക്വൻസി, സെയിം ഫ്രീക്വൻസി ആസ് റെഫറൻസ് വൈൻഡിങ് ബട്ട് വിത്ത് 90 ഡിഗ്രി വോൾട്ടേജ്. ഓക്കെ, മെയിൻ ആൻഡ് ഓക്സിലറി വൈൻഡിങ്ങിന്റെ വോൾട്ടേജിന്റെ ഫ്രീക്വൻസി എന്ത് ആവണം? ഇറ്റ് ഷുഡ് ബി സെയിം. ഓക്കെ, സെയിം ഫ്രീക്വൻസി ബട്ട് വിത്ത് എ ഫേസ് ഡിഫറൻസ് ഓഫ് ഹൗ മച്ച്? 90 ഡിഗ്രി. സോ ക്വസ്റ്റ്യൻ നമ്പർ 79ന്റെ ഓപ്ഷൻ എന്ത് ആയിരിക്കും? ഇറ്റ് വിൽ ബി ഓപ്ഷൻ ഡി. മൂവിംഗ് ഓൺ ടു 80. For a given stepper motor, which of the following torque has the highest numerical value? Highest numerical value will be for holding torque. Okay, holding torque ആണ് എന്ത്? highest torque. ഇത് എപ്പോഴുള്ള torque ആണ്? when the machine is at rest. Holding torque means when the machine is at rest and weighted current is provided. What is detent torque? It is the torque when excitation is equal to 0. So this torque will be a very small value. Pull out torque, pull in torque alla, maximum torque will be always the holding torque. Question number 81. A three-phase induction motor is said to be operated in single phasing when. എപ്പോഴാണെന്ന് വെച്ചാൽ this is an induction motor അല്ലെ? ഏതൊരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനാണ്. ഈ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് എന്തൊക്കെ വേണം? ഇറ്റ് റിക്വയർസ് R, Y ആൻഡ് B. ഓക്കെ, അപ്പോ സിംഗിൾ ഫേസിംഗ് മീൻസ് സിംഗിൾ ഫേസ് is supplied to the motor അല്ല. One of the three fuses of the supply line blows off. Yes, ഇവിടെ എന്തുണ്ടാവും? There will be fuses അല്ലെ? ഒരു ഫ്യൂസ് ബ്ലോ ഓഫ് ആയാൽ ഈ ഇൻഡക്ഷൻ മോട്ടർ ഇറ്റ് ഹാസ് ഓൺലി വാട്ട്? ഇറ്റ് ഹാസ് ഓൺലി ടു ഫേസ് അല്ലെ? ഒരു ഫേസ് ഇല്ല. ദിസ് ഫിനോമിന ഈസ് കോൾഡ് വാട്ട്? ദിസ് ഫിനോമിന ഈസ് കോൾഡ് സിംഗിൾ ഫേസിംഗ്. ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ നോക്കിക്കേ, ഓൺലി ടു ഫേസസ് ആർ സപ്ലൈഡ് ടു ദ മോട്ടർ. അതെ, ഒരു ഫേസ് ഓപ്പൺ ആയാൽ മോട്ടറിന് ബാക്കിയുള്ള ഫേസസ് എത്രയാണ്? ഇറ്റ് ഹാസ് ഓൺലി ടു ഫേസസ്. സോ തേർഡ് ഓപ്ഷൻ ഈസ് ഓൾസോ റൈറ്റ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വിൽ ബി 2 and 3. That means option D will be the correct answer for this question. Okay. Yes. 82.
Which of the following single-phase electric drive offers four-quadrant operation? Full converter, semi-converter, dual converter, and all of the above. എന്താണ് ഒരു സെമി കൺവെർട്ടർ? സെമി കൺവെർട്ടർ മീൻസ് അല്ലെ, out of the four converters, two will be diode and two will be what? SCR. Okay, ഇതാണെന്ത്? This is semi converter. അപ്പോൾ സെമി കൺവേർട്ടറിന്റെ വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ വി ക്യാൻ സി ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഇറ്റ് ക്യാൻ ബി നെവർ നെഗറ്റീവ് ആൻഡ് ഔട്ട്പുട്ട് കറന്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇതാണെന്ത്? ദിസ് ഈസ് എ സെമി കൺവേർട്ടർ. ഇനി വാട്ട് ഈസ് എ ഫുൾ കൺവേർട്ടർ? ഫുൾ കൺവേർട്ടർ മീൻസ് ഈ ഫോർ കൺവേർട്ടേഴ്സും എന്ത് ആയിരിക്കും? These four converters will be SCR. Okay, this is a full converter. Full converter output voltage, it can be both positive and negative. എപ്പോഴാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആവുക? when firing angle is greater than 90. Okay, so when firing angle is less than 90, output voltage will be positive. When firing angle is greater than 90, output voltage will be negative. And ഇവിടെ I out എന്ത് ആയിരിക്കും? I out will be always positive. അല്ലെ? അപ്പോ ഈ ഫുൾ ക്വാഡ്രന്റ് ഇതെന്താണ്? ദിസ് ഈസ് എ സിംഗിൾ ക്വാഡ്രന്റ് ഡിവൈസ്. അതായത് സെമി converter can operate only in one quadrant. പക്ഷേ full converter can operate in two quadrants. അല്ലെ? ഇവിടെ എന്താണ്? വോൾട്ടേജ് പ്ലസുമാണ് മൈനസുമാണ്. Then what is a dual converter? Dual converter means ഈ full converter they are okay. This is a full converter. Okay, it is not an SCR, it is a full converter. So dual converter means two full converters are applied in back to back position. ഇതാണെന്ത്? ഇതും ഒരു ഫുൾ കൺവേർട്ടർ ആണ്, ഇതും ഒരു ഫുൾ കൺവേർട്ടർ ആണ്. സോ ഇങ്ങനെ ഫുൾ കൺവേർട്ടർ ബാക്ക് ടു ബാക്ക് പൊസിഷനിൽ വെക്കുമ്പോൾ വാട്ട് വി ഗെറ്റ് എ ഡ്യുവൽ കൺവേർട്ടർ. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തൊക്കെ ആവാം? ഇറ്റ് ക്യാൻ ബി പ്ലസ് ആൻഡ് ഓൾസോ മൈനസ്. ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് എന്തൊക്കെ ആവാം? ഇറ്റ് ക്യാൻ ബി പ്ലസ് ആൻഡ് ഓൾസോ മൈനസ്. അപ്പൊ ഇത് എത്ര ക്വാഡ്രന്റിൽ ഓപ്പറേറ്റ് ചെയ്യും? It can operate in four quadrants. So dual converter is a drive which can operate in four quadrants. Okay, that was question number 82. Moving on to question number 83rd. Which of the following speed control method is not applicable for SCIM? എന്താണ് SCIM? SCIM is squirrel cage induction motor. സോ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ലോട്ടറിൽ എന്താണ്? there are copper bars അല്ലെ? ആൻഡ് കോപ്പർ ബാർസ് എന്താണ്? they are shorted. അതായത് ഷോർട്ട് സർക്യൂട്ടഡ് കോപ്പർ ബാർസ് ആണ്. സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇവിടെ സ്ക്വിറൽ കേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്പീഡ് കൺട്രോൾ ഏതാണെന്ന്? അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ദാറ്റ് വിൽ ബി സ്ലിപ്പ് എനർജി റിക്കവറി കൺട്രോൾ. സ്ലിപ്പ് എനർജി റിക്കവറിൽ നമ്മൾ റോട്ടർ സർക്യൂട്ടിലെ എനർജിനെ അല്ലെ, ഇവിടെ എന്തുണ്ട്? റോട്ടർ സർക്യൂട്ടിൽ വി ഹാവ് എൻ എനർജി. ഇതൊരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ആയിരുന്നെങ്കിൽ ഓക്കെ, ഇഫ് ഇറ്റ് വാസ് എ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ, ഈ റോട്ടറിലുള്ള എനർജീനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? സ്പീഡ് കൺട്രോൾ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ സ്ക്വിറൽ കേജിൽ ഈ റോട്ടറിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. വൈ? ബിക്കോസ് ദിസ് ഈസ് ഓൾറെഡി ഷോർട്ട് സർക്യൂട്ടഡ്. പക്ഷേ സ്ലിപ്പ് റിംഗിൽ എങ്ങനെയാണ്? ദേ ആർ ബൈൻഡിങ്സ് അല്ലെ? സ്ലിപ്പ് റിംഗിൽ യു ഹാവ് റോട്ടർ ആസ്
three-phase winding, and these 3 points you have access. Okay, you have access to these 3 points. അപ്പൊ ഈ 3 പോയിന്റ് ഉപയോഗിച്ചിട്ടുള്ള റോട്ടറിലുള്ള എനർജീനെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് സ്പീഡ് മാറ്റാൻ സാധിക്കും. ഏതില്? ഇൻ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ. ബട്ട് ഇൻ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. Okay, so here the correct option will be option D. Moving on to question number 84. Which of the following device is most suitable for volt per hertz speed control of high power induction motor? Okay, എന്താണ് volt per hertz? Okay, voltage or hertz. Hertz means what? Frequency. DC chopper. DC ചോപ്പറിൽ നമുക്ക് വോൾട്ടേജ് മാറ്റാൻ സാധിക്കും അല്ലെ, പക്ഷെ ഫ്രീക്വൻസി മാറ്റാൻ സാധിക്കുമോ? ഫ്രീക്വൻസി മാറ്റാൻ സാധിക്കില്ല. ബൂസ്റ്റ് കൺവേർട്ടറിലും വോൾട്ടേജ് മാത്രമേ മാറ്റാൻ സാധിക്കൂ. ഫ്രീക്വൻസി മാറ്റാൻ സാധിക്കുമോ? ഫ്രീക്വൻസി മാറ്റാൻ സാധിക്കില്ല. പക്ഷെ സൈക്ലോ കൺവേർട്ടറിൽ എന്ത് മാറ്റാൻ സാധിക്കും? We can also change the hertz. Okay, so here the correct option will be option C, cyclo converter. 85. The output of an AND gate is high when all the inputs are high. AND gate എന്താണ്? ABY 00 01 10 11. So ഇതാണ് AND gate അല്ലേ. So output എപ്പോഴാണ് 1 ആവുന്നത്? See, when all the inputs are high. When all the inputs are high, output is equal to 1. 86. The decimal number corresponding to the binary 110.1101.1011. അപ്പൊ എന്താണ്? It is 110.1101.1011. Okay, അപ്പൊ ഇതെന്താണ്? It is 2 raised to 0 അല്ലെ. ഇതിന്റെ വെയിറ്റ് എന്താണ്? 2 raised to 0. That means 1. ഇവിടെ 2, 4, 8, 16, 32 and 64. അപ്പൊ ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ 64 ഉണ്ട് അല്ലെ, 32 ഉണ്ട്, 64 ഉണ്ട്, 32 ഉണ്ട്, 16 ഉണ്ടോ? ഇല്ല. Why? Because it is 0. Then we have 841. 841 means 12, 13. Okay, so if you add 4 plus 2 6, 6 plus 3 9, 6 plus 3 9 plus 1 109. So it will be what? 109 point something. Okay, so the correct answer will be 109.6875. Okay, ഇതിന്റെ വാല്യൂ എന്ത് ആയിരിക്കും? It will be 2 raised to minus 1 അല്ലെ. ഈ 1ന്റെ വാല്യൂ it will be 2 raised to minus 1, that is 1/2. ഇവിടെ 1/4, ഇവിടെ 1/8, ഇവിടെ 1/16. So ഈ 0 ഇല്ല. So if you add 1/2 plus 1/8 plus 1/16, what you will get? You will get 0.6875. Okay, yes. Question number 87. Which of the following statements are correct about De Morgan's theorem? The complement of a product variable. Product variable means AB complement. എന്താണ് AB complement? It is A complement plus B complement. Okay, the complement of a product variable is equal to the sum of complements of the variables. Then this statement is exactly right. The complement of a sum variable means AB complement. Then A complement into B complement is equal to what? Product of complement of the variables. So this statement is also right. The third one, the complement of 2 or more ORed is equal to ANDing of the complement of the individual variable. Okay, ഇത് എന്താണ്? ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ തന്നെയാണ് പറയുന്നത്. ഇവിടെ എന്താണ്? എ ഓർ ബിനെ നമ്മൾ എന്താണ് ചെയ്തത്? ഓർ ആണ് ചെയ്തത് അല്ലെ. Plus means what? It is OR. So complement of 2 or variables ORed. So OR ചെയ്തിട്ട് complement is equal to ANDing of the complement, individual variables ന്റെ complement. So individual variables ന്റെ complement ന്റെ ANDing ആണ്. So third and second and third is the same statement. So all statements are right. So the correct option will be option D. 88.
A digital circuit which accepts two inputs, one input carry bit and generates a and then generates a question number 88. Sum on it and generates a sum output bit and a carry bit is known as BCD adder, full adder, half adder, none of these. അപ്പോൾ എന്താണ് ഒരു ഹാഫ് ആഡർ? ഹാഫ് ആഡർ ക്യാൻ ആഡ് 2 bits അല്ലേ, or half adder. It can add what? 2 bits. പക്ഷേ full adder no. Full adder can be used for adding 2 bits with the carry input. അതായത് നമ്മളൊരു 4-bit നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ സേ സംതിങ് ലൈക്ക് ദിസ് അല്ലേ. സോ വെൻ യു ആഡ് 1 ഇവിടെ എന്തെങ്കിലും ക്യാരി ഉണ്ടോ? ഇവിടെ ക്യാരി ഇല്ല. സോ ഫോർ ആഡിങ് ദിസ് ബിറ്റ് നമുക്ക് എന്ത് വേണം? വി റിക്വയർ ഓൺലി എ ഹാഫ് ആഡർ. വൈ? ബിക്കോസ് ദർ ഇസ് നോ ക്യാരി. പക്ഷെ ഈ ബിറ്റിനെ ആഡ് ചെയ്യുമ്പോൾ ഈ ബിറ്റ് ആഡ് ചെയ്തതിന്റെ ക്യാരി വരില്ലേ? വാട്ട് ഈസ് 1 + 1? 1 + 1 is 0 and 1. സി ഇവിടെ എന്ത് വന്നു? ക്യാരി വന്നു. സോ 2 bits വിത്ത് ക്യാരി. അപ്പോൾ ഈ 3 ബിറ്റ്സിനും ആഡ് ചെയ്യാൻ എന്ത് വേണം നമുക്ക്? വി നീഡ് എ ഫുൾ ആഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? എ ഡിജിറ്റൽ സർക്യൂട്ട് വിച്ച് ആക്സെപ്റ്റ്സ് 2 bits അല്ലെ, 2 bits and 1 input carry and generates a sum and carry bit is known as what? It is known as a full adder circuit. ഓക്കെ, അപ്പൊ ഫുൾ ആഡറിൽ ആണെന്ത്? 2 bits ഉണ്ടാവും, ഒരു ഇൻപുട്ട് ക്യാരി ഉണ്ടാവും, ആൻഡ് യു വിൽ ഗെറ്റ് എ ഔട്ട്പുട്ട് ആൻഡ് എൻ ഔട്ട്പുട്ട് ക്യാരി. Question number 89. Two motors A and B are operated such a way that motor B should start only after motor A has started. ഓക്കെ, അതായത് എ സ്റ്റാർട്ട് ചെയ്തതിന്റെ ശേഷം മാത്രമേ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ? ബി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. Which of the following arrangement is correct for this operation? Insert and normally open. Okay, there are operation. അപ്പോൾ ആദ്യം ഏത് മോട്ടറാണ് സ്റ്റാർട്ട് ആവേണ്ടത്? ആദ്യം എ ആണ് സ്റ്റാർട്ട് ആവേണ്ടത് അല്ലെ. 2 motors A and B are operated such that B should start only after A has started. See, ആദ്യം ഇത് മോട്ടർ എ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ മോട്ടർ എയില് നമ്മളൊരു സപ്ലൈ പ്രൊവൈഡ് ചെയ്താൽ എ എന്താവും? എ വിൽ സ്റ്റാർട്ട്. ഓക്കെ, ഇതുപോലെ മോട്ടർ ബിയില് ഒരു സപ്ലൈ പ്രൊവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ബി വിൽ ഓൾസോ സ്റ്റാർട്ട് അല്ലെ. ഇവിടെ എന്താണ്? എ ആൻഡ് ബി വിൽ സ്റ്റാർട്ട് സൈമൾട്ടേനിയസ്ലി. പക്ഷെ നമുക്ക് ഇത് അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ബി ഷുഡ് സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ എ ടൈം ഇന്റർവൽ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ വി ഷുഡ് പുട്ട് എ കോണ്ടാക്ടർ. ഓക്കെ, ആ കോണ്ടാക്ടറിന്റെ കോയിൽ എവിടെ ആയിരിക്കണം? കോയിൽ ഷുഡ് ബി വിത്ത് എ. ഓക്കെ, ആൻഡ് ഇവിടെ യു ഷുഡ് ഹാവ് എ നോർമലി ഓപ്പൺ കോണ്ടാക്ട്. ഓക്കെ, അപ്പോ ഇനി നോക്കുക. ആദ്യം വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത്, ഓക്കെ, വോൾട്ടേജ് അപ്ലൈ ചെയ്യാത്ത സമയത്ത് എന്താണ്? ഇവൻ ഓഫ് ആയിരിക്കും. ഓക്കെ, ഇവൻ എന്ത് ആയിരിക്കും? ഓഫ് ആയിരിക്കും. വോൾട്ടേജ് അപ്ലൈ ചെയ്തതിന്റെ ശേഷം ബി മോട്ടർ ഓൺ ആവോ? ബി മോട്ടർ ഓൺ ആവില്ല. വൈ? ബിക്കോസ് ദിസ് സ്വിച്ച് ഈസ് ഓപ്പൺ. ഓക്കെ, സോ വോൾട്ടേജ് അപ്ലൈ ആയതിനു ശേഷം എ മോട്ടർ എന്താവും? എ മോട്ടർ ഓൺ ആവും. ഇനി എ മോട്ടർ ഓണായി എയിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് ഈ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്താൽ ഈ ഓപ്പൺ സ്വിച്ച് എന്തായി മാറും? ഇറ്റ് വിൽ ബി ക്ലോസ്ഡ് അല്ലെ. അപ്പോൾ ഈ ഓപ്പൺ സ്വിച്ച് ക്ലോസ് ആയാൽ ദെൻ ദിസ് മോട്ടർ വിൽ സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് പുട്ട് എ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഇൻ സീരീസ് വിത്ത് ബി അല്ലെ. Insert a normally open contact of contactor A with insert a normally open contact of contactor A in series with the contactor coil B.
അല്ലെ? ഇൻസേർട്ട് എ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഓഫ് കോണ്ടാക്ടർ എ. അതായത് എന്റെ എന്ത് ചെയ്യണം? നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഇൻ സീരീസ് വെക്കണം. ആരുമായിട്ട്? വിത്ത് ദ കോണ്ടാക്ടർ കോയിൽ ഓഫ് ബി. അല്ലെ? സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി വാട്ട്? ഇറ്റ് വിൽ ബി ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഒന്ന് നോക്കിക്കേ. ഇൻസേർട്ട് എ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്. അല്ല, നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് വെച്ചാൽ എന്ത് സംഭവിക്കും? വോൾട്ടേജ് ഇടുമ്പോൾ തന്നെ ദിസ് മോട്ടർ വിൽ റൺ. ഇൻസേർട്ട് എ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഓഫ് കോണ്ടാക്ടർ ബി ഇൻ സീരീസ് വിത്ത് കോണ്ടാക്ടർ എ. അല്ല, കോണ്ടാക്ടർ എനോടല്ല സീരീസ് ആക്കി വെക്കേണ്ടത്, ബിന്റെ കോണ്ടാക്ടറിനോടാണ് എന്ത് ആക്കി വെക്കേണ്ടത്? സീരീസ് ആക്കിയിട്ട് വെക്കേണ്ടത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ എ. Okay, yes. Moving on to next question, question number 90. Which of the following sequence of connection is are correct about AC motor circuit? ഇവിടെ correct option വരുന്നത്, it is option 1, first line, fuse, NC push button, NO push button, then overload relay coil and neutral. So it will be what? It will be option 1. അതായത് ഓപ്ഷൻ സി. 91. വിച്ച് ഓഫ് ദ ഫോളോവിങ് റിലേ ഹാസ് ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്? ഓക്കെ, അപ്പൊ എന്തുണ്ട്? ഇൻവേഴ്സ് ടൈം ഉണ്ട്, വെരി ഇൻവേഴ്സ് ടൈം ഉണ്ട്, അല്ലെ? IDMT ഉണ്ട്. ഇതൊക്കെ എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ദീസ് ഓൾ ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഓവർ കറന്റ് റിലേ. ഓക്കെ, ദീസ് ഓൾ ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓവർ കറന്റ് റിലേ. 92. A limit switch is used to control linear motionum control ചെയ്യാം, circular motionum control ചെയ്യാം. So here the correct option will be option C. Both the motions can be controlled using a limit switch. Question number 93. Which of the following commutation method is employed in series inverters? Series invertersൽ യൂസ് ചെയ്യുന്ന commutation method ഏതാണ്? It is load commutation methods. Okay, why it is called series inverter? Series inverter we call it because load, assume this as load. ലോഡിനോട് സീരീസ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് വെക്കുന്നത്? കമ്മ്യൂട്ടേറ്റിംഗ് എലിമെന്റ്സ് വെക്കുന്നത്. These are what? These are commutating elements. Okay, so commutating elements is in series with load, therefore it is called what? Series inverters. ഇവിടെ യൂസ് ചെയ്യുന്ന commutation, it is load commutation. Okay, moving on to 94. Which of the following is a DC regulated power supply that performs only step down voltage? Okay, so buck and cyclo converter. We know buck endanu, but buck is a step down chopper, alle? Buck endanu? Step down chopper. So ഇവിടെ എന്താണ് ചോദ്യം? It is of step down. So the correct option will be option B. 95. Which of the following consists of a mechanical valve operated through an electrical coil? ഇത് എന്താണ്? It is a solenoidal valve. അല്ലെ? എന്താണത്? സോളിനോയിഡൽ വാൽവ്. ഇലക്ട്രിക്കൽ കോയിൽ യൂസ് ചെയ്തിട്ട് എന്താണ്? മെക്കാനിക്കൽ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ പറയുന്നത് സോളിനോയിഡൽ വാൽവ്. 96. Which of the following starter is most economical and suitable for starting a 3.5 kilowatt squirrel cage induction motor? So usually നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റാർട്ടിങ് പഠിക്കുമ്പോൾ for motors less than 5 HP we say what? We can go for direct online starting. For motors between 5 HP to 30 HP we go for star delta starter, and for motor greater than 30 HP we go for auto transformer starting. Okay, ഇവിടെ എന്താണ്? It is given in kilowatt. അപ്പോ കിലോവാട്ടിനെ നമ്മൾ ആദ്യം HP കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് കംസ് അപ്രോക്സിമേറ്റ്ലി 5 HP ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? DOLന്റെയും സ്റ്റാർ ഡെൽറ്റന്റെയും എക്സാക്ട് ആ ഒരു സെൻട്രൽ പോയിന്റിലാണ് എന്ത് വരുന്നത്? ഈ ഒരു മോട്ടർ വരുന്നത്.
ഓക്കെ, അപ്പോൾ എക്കണോമിക്കൽ സൂട്ടബിൾ എന്നൊക്കെ പറയുമ്പോൾ എക്കണോമിക്കൽ വിൽ ബി വാട്ട്, ഇറ്റ് വിൽ ബി ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർ ഡെൽറ്റ ആണെന്നും നമുക്ക് പറയാവുന്നതാണ്, ബട്ട് ഐ വിൽ ഗോ ഫോർ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിംഗ്. Moving on to 97. Which of the following flip-flop has invalid states in the output when all inputs are high? SR ആണോ, JK ആണോ, D ആണോ? See, എന്താണ് ഇൻപുട്സ് അല്ലെ? ഇൻപുട്സ് ക്യാൻ ബി വാട്ട്? It can be 0, 0, 0, 1, 1, 0 or 1, 1. 0, 0 ആണെങ്കിൽ it will be previous for both SR and JK. 0, 1 ആണെങ്കിൽ it will be reset. 1, 0 ആണെങ്കിൽ it will be set. 1, 1 ആണെങ്കിൽ for SR it is an invalid state and for JK it is a toggling state. Okay, അപ്പോൾ SR നാണ് എന്ത് 1, 1 എന്ത് വരുന്നത്? ഇൻവാലിഡ് സ്റ്റേറ്റ് ഈസ് കമ്മിങ് ഫോർ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, D flip flop അല്ല. D flip flop has only 2, 0 and 1. So output will be 0 and 1 for D, 0 and 1. So here the correct answer will be option A. Question number 98. The maximum voltage that appears across a diode in full wave rectifier during its blocking state is called what? It is peak inverse voltage. Okay, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ് ഒരു ഡയോഡ് ഓഫ് ആയി ഇരിക്കുന്ന നേരത്ത്. ഓഫ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ഇൻ ബ്ലോക്കിംഗ് സ്റ്റേറ്റ്. ഓഫ് ആയി ഇരിക്കുന്ന നേരത്ത് ആ ഡയോഡിന്റെ അക്രോസ് ഉള്ള മാക്സിമം വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? ഇറ്റ് ഈസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. Question number 99. Which of the following methods are not used for triggering a thyristor? Okay, അപ്പോൾ ഒരു തൈറിസ്റ്റർ ട്രിഗർ ചെയ്യാൻ there are 5 methods അല്ലെ? ഔട്ട് ഓഫ് ദിസ് 5 methods ഈ DI/dt ഒരു മെത്തേഡ് ആണോ? DI/dt ഒരു മെത്തേഡ് അല്ല. പക്ഷെ DV/dt ഈസ് എ ട്രിഗറിംഗ് മെത്തേഡ്. സോ ഇവിടെ ആൻസർ എന്ത് ആയിരിക്കും? ഇറ്റ് വിൽ ബി DI/dt. And the last one, which of the following is a bidirectional thyristor? As we all know, എന്താണ്? It is triac അല്ലെ? triac എന്താണ്? It is a bidirectional thyristor. ഇതാണ് ഒരു triacന്റെ എന്ത്? It is a symbol of a triac. Okay, so SCR bidirectional അല്ല, IGBT അല്ല, FET അല്ല. So the correct answer will be option B, triac. Okay, so we have seen all the questions. So the questions was tough. Okay, ഇനി ബാക്കി ഈ വന്നിട്ട് നമുക്ക് നോക്കാം. So thank you all. Thank you so much. Have a nice day.